നമ്മളെല്ലാവരും ഇത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ നിമിഷം എന്താണെന്നറിയോ? ഇന്ന് നമ്മള് ജഗന്നാഥന്റെ മണ്ണില് കൊടിയേറുന്ന ദിവസമാണ്. ഇനി അങ്ങോട്ടുള്ള 7 ദിവസം ഇവിടെ ഉത്സവത്തിന്റെ പൂരാണ്. കൊടിയേറ്റം 10:55 കൊടിയേറുന്ന ആ നിമിഷം വളരെ പുണ്യമായ സമയമാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ എന്ത് മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് നന്മയായി നടക്കും എന്നൊരു വിശ്വാസം കൂടി ഉണ്ട്. കൊടി വരുന്നതിന് ശേഷം ഇവിടെ വിവിധ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്ഷേത്രം 1908 ഫെബ്രുവരി 13 വിശ്വപ്രസിദ്ധ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിട്ടുണ്ടായത്. പിന്നെ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ കൂടുതലായിട്ട് മഞ്ഞ നിറത്തിലുള്ള വേഷമാണ് കേട്ടോ ധരിക്കുന്നത്. ആ മഞ്ഞ നിറം ഭക്തിന്റെയും ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും ഒരു അടയാളമാണ്. ഇന്ന് കൊടിയേറ്റായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. കൊടിയേറ്റവും കണ്ട് വീട്ടിലോട്ടേക്ക് മടങ്ങുക എന്നുള്ള പരിപാടിയായിരുന്നു കേട്ടോ നമുക്കുണ്ടായത്. അപ്പൊ അതിനിടയിൽ എന്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവള് ബാംഗ്ലൂരിൽ നിന്ന് ഉത്സവത്തിനായിട്ട് നാട്ടിൽ വന്നതാണ് കേട്ടോ. പിന്നെ തൊട്ടിലും കാര്യങ്ങളും ഒന്നും തന്നെ ഇന്ന് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. നാളെ തൊട്ടിട്ടാണ് എല്ലാം വർക്കിംഗ്. അപ്പം ഞങ്ങൾ കുറച്ച് മുളക ബജിയും കോളിഫ്ലവറൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈറ്റിംഗ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. അതങ്ങ് മുടക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ അതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊടി ഏറിയിട്ടുണ്ട് മക്കളെ. ഇനി 7 ദിവസം ഇവിടെ ഉത്സവത്തിന്റെ പൂരാണ്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 7 വരെയാണ്. ആരും മറക്കണ്ട. എല്ലാവർക്കും ഉത്സവത്തിന് സ്വാഗതം. അപ്പൊ അങ്ങനെ വരുമല്ല, ഇനി കുറച്ച് പൂവടിയോടെ ആവാം. അപ്പൊ ഓക്കെ, ബൈ.